മലയാളത്തിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു? മലയാള പടം രാജശില്പി ഡയറക്ടർ സുകുമാരൻ, മോഹൻലാൽ സാർ, നല്ല പടമായിരുന്നു. நல்ல கதை. 7 Arts விஜயகுமார் அவங்க கேரக்டரும் எனக்கு ரொம்ப பிடிச்சிருந்தது. இந்த டான்ஸுன்னு சொன்ன உடனே அது எனக்கு அப்போல்லாம் எனக்கு வீட்டில் அவங்க தான் டேட்ஸு, இந்த ஷூட்டிங் ஷெட்யூல் இதெல்லாம் என்னன்னு அண்ணா அம்மா பார்த்துக்குவாங்க. ஸோ இது டான்ஸ் சம்மந்தப்பட்டது அப்படின்னோடனே எனக்கு அப்போது லாங்குவேஜ் அவ்வளோவா தெரியாது, இருந்தாலும் ഒരു ரொம்ப സന്തോഷം എനിക്ക്. രാജശില്പിയുടെ തിരക്കഥ എഴുതുമ്പോൾ തന്നെ അതിലെ നായികയെക്കുറിച്ചുള്ള ഞങ്ങളുടെ സങ്കല്പം ശരിക്കും ഞങ്ങളെ ഒരു പ്രയാസത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ശില്പസൗന്ദര്യമുള്ള ഒരു ആണ് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. ആകാര സൗഷ്ഠവത്തിൽ ഒരു ശില്പിയെ ആകർഷിക്കാൻ പറ്റിയ ഒരു ആകാരവടിവ് ആ പെൺകുട്ടിയിലുണ്ടാകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിനുവേണ്ടി ധാരാളം നടിമാരെ ഇൻ്റർവ്യൂ നടത്തി അവരുടെ ശാരീരികമായിട്ടുള്ള സൗന്ദര്യം വിലയിരുത്തി. പക്ഷേ ഞങ്ങൾ തൃപ്തരായില്ല. അങ്ങനെ അവസാന ഘട്ടത്തിലാണ് ഭാനുപ്രിയയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിവ് ലഭിക്കുന്നത്. ഭാനുപ്രിയയുടെ കണ്ണുകളും രൂപലാവണ്യവും എനിക്ക് വളരെ ഇഷ്ടമാണ്. ഭാനുപ്രിയ ചെയ്തതിൽ ഏറ്റവും നല്ല കഥാപാത്രമായി എനിക്ക് തോന്നിയിരിക്കുന്നത് രാജശില്പിയിലേക്കാണ്. രാജശില്പിയുടെ ആ റോളിന്റെ പ്രാധാന്യം അത് മറ്റൊരാൾ ചെയ്താൽ ശരിയാകത്തില്ല. പക്ഷെ അത് ഭാനുപ്രിയ, അതായത് മറ്റേ ഒരു സ്ത്രീയെ കുറിച്ച് നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാനേ പറ്റുന്നില്ല. അത് വ്യക്തമായിട്ട് ആ ഫ്രെയിമിൽ അത് മറക്കാൻ പറ്റുന്നില്ല. ഏറ്റവും നല്ല ഇത് രാജശില്പിയിലെ അഭിനയമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വെണ്ണ തോൽക്കും ഉടലിൽ സുഗന്ധിയാമെണ്ണ തേച്ച് അരയിൽ ഒരൊറ്റമുണ്ടുമുടുത്താണ് ശിവനെ പാർവതി തപസ്സിൽ കൂടെ ആകർഷിച്ചത്. അതേ കൺസെപ്റ്റാണ് ഇവിടെയും ഞങ്ങൾ ആ സിനിമയിൽ കൂടെ കൊണ്ടുവന്നത്. ദേഹം മുഴുവൻ എണ്ണ തേച്ചിട്ട് താമ്രവർണ്ണി എന്ന് പറയുന്ന അംബാസമുദ്രത്തിലുള്ള ഒരു നദിയിലെ അവർ മുങ്ങുന്നതും പൊങ്ങുന്നതും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നൃത്ത ചലനങ്ങളും ഇതിലെ നായകനെ ആകർഷിപ്പിക്കുകയാണ്. അതിന് തന്നെ അവർ ഒരുപാട് ത്യാഗം സഹിച്ചു. ആ താമ്രവർണ്ണി എന്ന് പറയുന്ന ആ നദിയിൽ മുങ്ങുമ്പോൾ അത് നിറയെ മീനുകളാണ്. ഈ മീനുകൾ അവരുടെ ശരീരത്തെ കൊത്തി മുറിവേൽപ്പിക്കുക വരെ ചെയ്തു. ദക്ഷിണ ഇന്ത്യയിൽ ഇത്രയും സൗന്ദര്യമുള്ള ഒരു നടിയെ ഞാൻ കണ്ടിട്ടില്ല. വടക്കേ ഇന്ത്യയിലുണ്ടാകാം, പക്ഷേ അതൊക്കെ കൃത്രിമ സൗന്ദര്യങ്ങളായിട്ടേ ഞാൻ ഇന്നും കാണുന്നുള്ളൂ. ഇത് അവരുടെ പ്രകൃതി, അവരുടെ പിറവി മുതൽ അവർക്ക് ലഭിച്ച സൗന്ദര്യം അത് ഈ സിനിമയിൽ കൂടെ അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു.